ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോയായി എൻ്റെ ഉപ്പയുടെയും അവരുടെ സുഹൃത്തുക്കളുടെയും കൂടെ, അതായത് നമ്മുടെ നാട്ടിലെ കാരണവന്മാരുടെയും കൂടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്തിയിട്ടോ, അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. രാത്രി 9:30 മണിക്ക് നിലമ്പൂരിൽ നിന്ന് ട്രെയിൻ കയറിയ ഞങ്ങൾ പിറ്റേന്ന് അതിരാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടോ. തിരുവനന്തപുരത്ത് എത്തിയ ഞങ്ങൾക്ക് ഗുലാം സാഹിബ് എന്ന് വിളിക്കുന്ന ഗുലാം ഖാൻ്റെ അത്യുഗ്രം സ്വീകരണമാണ് ലഭിച്ചത് കേട്ടോ. അരീക്കോട് മൈത്ര സ്വദേശിയായ ഗുലാം സാഹിബ് അത്ര ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു ഗുലാം സാഹിബ്. സേവന പ്രവർത്തനങ്ങളുമായി തിരുവനന്തപുരത്ത് ഇപ്പോഴും സജീവമായ ഗുലാം ഖാൻ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് കേട്ടോ. പ്രഭാത ഭക്ഷണത്തിനും അല്പനേരത്തെ വിശ്രമത്തിനും ശേഷം ഞങ്ങൾ ആദ്യം പോയത് നിയമസഭയിലേക്കാട്ടോ. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ കർശനമായ പരിശോധനയും കാര്യമുണ്ട് കേട്ടോ. പിന്നെ അവിടേക്കുള്ള എൻട്രി പാസിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നമ്മൾ ഗുലാം ഖാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നിയമസഭാ മന്ദിരത്തിൻ്റെ അകത്തും പുറത്തൊന്നും വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അതിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് സൂവിലേക്കാണ്, തിരുവനന്തപുരം മൃഗശാലയിലേക്ക്. മൃഗശാലയിൽ ധാരാളം വന്യജീവികളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ പോയത് തിരുവനന്തപുരം സിറ്റി കാണാൻ വേണ്ടിയാണ്. സിറ്റി മുഴുവൻ കറങ്ങി കാണുവാൻ വേണ്ടി KSRTC നല്ലൊരു ഡബിൾ ഡെക്കർ ഓപ്പൺ ബസ്സിൽ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. അതിൽ ഞങ്ങളെല്ലാവരും കയറി സിറ്റി മുഴുവനും കറങ്ങി കണ്ടു. സിറ്റിയിലൂടെയുള്ള കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഭീമാപ്പള്ളിയിലേക്കാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഭീമാപ്പള്ളി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ കോവളത്തേക്കാട്ടോ.
കോവളത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഗുലാം സാഹിബിനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഉച്ചയോട് കൂടി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ.